ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദ ആദികവേ മുഖ്യന്തേ സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമിഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 17-ാം അധ്യായം 29-ാമത്തെ ശ്ലോകം ആണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സന്ദർഭം: ഹിരണ്യാക്ഷൻ അതിശക്തനായി ജനിച്ച് വളർന്ന് അഹങ്കരിച്ച് ഒരു കാറ്റിൻ്റെ മുകളിലാണ് മനുഷ്യൻ നിൽക്കണത്. മനുഷ്യനായാലും അസുരനായാലും അത് ഏത് നിമിഷവും നിലയ്ക്കാം ഇല്ലേ? ഇതൊക്കെ നമുക്കൊക്കെ ഉള്ള പാഠമാണ്. ആ അഹങ്കാരം കൊണ്ട് ദേവേന്ദ്രനെ പോലും വെല്ലുവിളിച്ച് ആരെയും തനിക്ക് സമനായിട്ട് യുദ്ധം ചെയ്യാൻ കിട്ടിയില്ല. അവസാനം വരുണനോട് മത്സരിക്കാനും എതിരിടാനും പോവുകയാണ്. സ ഏവ മുത്സിക്തമദേന വിദ്വിഷാ ദൃഢം പ്രലബ്ധോ ഭഗവാൻ അപാംപതി. അപാം എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നാഥൻ ആരാണ്? വരുണൻ. രോഷം സമുത്ഥം ശമയൻ സ്വയാധിയ വ്യവോചതങ്കോപശമംഗതാവയം. താൻ ആരോട് ചോദിച്ചിട്ടാണ് രാജസൂയം നടത്തിയേ? എല്ലാവരെയും ജയിക്കണം രാജസൂയം നടത്തുന്നത്. എന്നെ താൻ ജയിച്ചിട്ടുണ്ടോ? ഹിരണ്യാക്ഷൻ ഒരു കയർക്കൽ. വരുണദേവൻ പറഞ്ഞു, അറിവുള്ളവരൊന്ന് താഴും, ജയിക്കണവർ ജയിച്ചോട്ടെ, നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമ്മുടെ തടി കാക്കുക അല്ലേ? കാരണം ഇവനെ എന്തുകൊണ്ടാണ് വന്നിരിക്കണമെന്ന് വെച്ചാൽ ഏത് ശക്തിയാണ് അവൻ്റെ പിന്നിലുള്ളത്, ഇതൊന്നും അറിയാതെ ഒരാളോട് എതിർക്കരുത് എന്നാണ്. ശത്രുവിൻ്റെ ശക്തി എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് പറയും. അപ്പം അതുകൊണ്ട് എന്ത് വെച്ചു, തൽക്കാലം അവനോട് തല്ലാൻ പോണ്ട എന്ന് വിചാരിച്ചിട്ട് വ്യവോചത് അങ്കോപശമം. ഞാനിപ്പോൾ കുറച്ച് പ്രായമൊക്കെ ആയിട്ടിരിക്കുകയാണ് ഹിരണ്യാക്ഷ, എൻ്റെ ശരീരത്തിനെ മുമ്പത്തെ പോലെ കളിച്ചപ്പോൾ ശരിയാവില്ല, അതുകൊണ്ട് തന്നോട് യുദ്ധത്തിന് വരാൻ ഞാൻ തൽക്കാലം ഇല്ല. അടുത്ത ശ്ലോകം 30. പശ്യാമനന്യം പുരുഷാത് പുരാതനാത് യസംയുഗേ ത്വാം രണമാർഗകോവിദം ആരാധയിഷ്യത്തസുരഷഭേഹിതം മനസ്സിനോ യംഗൃണതേ ഭവാദൃശ. അസുരർഷഭ, ഹിരണ്യാക്ഷൻ തൻ്റെ അവിടെ വന്നതാണ്. തൻ്റെ അവിടെ വന്നിട്ടുള്ളവരാരായാലും മാന്യമായിട്ട് പെരുമാറേണ്ടത് ആതിഥേയൻ്റെ കടമയാണെന്നാണ്. ഇവിടെ അസുരർഷഭ എന്ന് വിളിച്ചു. അസുരശ്രേഷ്ഠ, അങ്ങ് ശ്രേഷ്ഠൻ തന്നെയാണ്. രണമാർഗകോവിദം, ഇപ്പോഴോ യുദ്ധസമ്പ്രദായത്തിൽ സമർത്ഥനും ആണ് എന്ന് ഞാൻ അറിയണു. ഒട്ടും കുറച്ചില്ല ഹിരണ്യാക്ഷനെ പ്രകീർത്തിച്ചു എന്ന് പറയണം. ത്വാം സംയുഗേ യ ആരാധയിഷ്യതി. നിന്നെ യുദ്ധത്തിൽ ആര് സന്തോഷിപ്പിക്കുമോ, പുരാതനാത് പണ്ടേയുള്ള പുരുഷാത് പുരുഷനിൽ നിന്ന്, അന്യം അന്യനെ ന പശ്യാമി ഞാൻ കാണുന്നില്ല. നിന്നോടിപ്പോൾ എതിരിടാനേ നല്ലത് ആരാ അറിയോ? സാക്ഷാൽ ഭഗവാൻ. തൻ്റെ പൂതി തീർക്കുക, പച്ച മലയാളത്തിലാണ് പറയുകയാണെങ്കിൽ. ആരേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല വരുണൻ. അങ്ങയുടെ ശക്തി അത്ര അപാരമാണ്. അപ്പോൾ അത്രയും അപാരമുള്ള ഒരു ശക്തിയുള്ള ഒരാൾ വേണ്ടേ ഹിരണ്യാക്ഷ അങ്ങേക്ക് യുദ്ധം ചെയ്യാൻ? തറവാടി എപ്പോഴും തറവാടി അങ്ങേക്കെന്നേ പറയുള്ളൂ ഹിരണ്യാക്ഷനോടെ. അസുരനാണെങ്കിലും നടക്കാമെന്ന് പറഞ്ഞൂടെ? പറയില്ല. നല്ല ആൾക്കാർ എപ്പോഴും നല്ലതേ പറയൂ. അതുകൊണ്ട് അങ്ങയുടെ ആ ശക്തി അതിന് സമനായിട്ട് ഇപ്പോൾ പുരുഷൻ ആയ ഭഗവാൻ, പുരുഷൻ പറഞ്ഞാൽ ആത്മാവ് പരമപുരുഷൻ എന്നൊക്കെ അർത്ഥം. സ്ത്രീ പുരുഷൻ എന്നുള്ള പുരുഷനല്ല കേട്ടോ,
സ്ത്രീകൾക്ക് യാത്ര അതല്ല. ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരേഷു വസതി ഇതി പുരുഷ. പുരം എന്ന് പറഞ്ഞാൽ ശരീരം, അതിൽ വസിക്കുന്നവരാരാ? ആത്മാവ്. അപ്പോൾ ഭഗവാൻ, ആ ഭഗവാൻ അല്ലാതെ വേറെ ആരും ഇല്ല. തം ഇഹി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, ആ ഭഗവാനെ പോയിട്ട് യുദ്ധത്തിന് വിളിക്കുക. ഭഗവാനോട് യുദ്ധം ചെയ്താൽ നിനക്ക് പറ്റിയ എതിരാളിയെ കിട്ടും. ഞാനൊന്നും നിനക്ക് പോരാ എന്നും പറഞ്ഞ് വരുണൻ തടിതപ്പ് എന്ന് പറഞ്ഞല്ലോ. മനസ്സിന ധീരന്മാരായ ഭവാദൃശ ഉണ്ടോ, നിങ്ങളെപ്പോലെയുള്ള ധീരന്മാരോട് യം യം യാതൊരുത്തനെ സ്തുതിക്കണു. ഹിരണ്യാക്ഷ അങ്ങേക്ക് നമസ്കാരം. വീരന്മാരായ പലരും അദ്ദേഹത്തോട് യുദ്ധത്തിൽ ഏർപ്പെട്ട് തോറ്റിട്ട് ഭഗവാനെ സ്തുതിച്ചിട്ടുണ്ട്. അപ്പം അത്ര ശക്തനാണ് ഭഗവാൻ. എല്ലാവരൊക്കെ തോറ്റിരിക്കണം. അതുകൊണ്ട് അങ്ങേക്കിപ്പം നല്ലത് വാസ്തവത്തിൽ ആ ഭഗവാനാണ്. പശ്യാമന അന്യം പുരുഷാത് പുരാതനാത് യസ് സംയുഗേ ത്വാം രണമാർഗകോവിദം. സംയുഗം യുദ്ധം. യുദ്ധത്തിൽ രണമാർഗകോവിദനായിരിക്കുന്ന അങ്ങ് സമർത്ഥൻ. രണമാർഗകോവിദൻ യുദ്ധത്തിൽ സമർത്ഥൻ. രണം യുദ്ധം. രണമാർഗകോവിദം യുദ്ധത്തിൽ സമർത്ഥൻ. വേറെ എന്തിനെങ്കിലോടും കോവിദെന്ന് ചേർത്താൽ അതിൽ സമർത്ഥൻ. ശാസ്ത്രകോവിദൻ ശാസ്ത്രത്തിൽ സമർത്ഥൻ. രണമാർഗകോവിദൻ രണത്തിൽ സമർത്ഥൻ. സംഗീത കോവിദനായ സംഗീതത്തിൽ അറിവുള്ള കോവിദൻ അറിവുള്ളവൻ. ആരാധയിഷ്യത്തസുരശ്രവേഹി ത്വം. അസുരശ്രേഷ്ഠ അങ്ങേക്ക് നമസ്കാരം. മനസ്സിനോ എം ഗൃണതേ ഭവാദൃശ. അങ്ങേപ്പോലുള്ളവരോട് യുദ്ധം ചെയ്യാൻ നല്ലത് ആരാ അറിയോ? ആ ഭഗവാൻ തന്നെയാണ്. തം വീരമാരാം അപിപത്യവിസ്മയ ശൈഷ്യസേ വീരശയേശ്വഭിർവൃത യദ്വിധാന അസതം പ്രശാന്തയേ രൂപാണി ദത്തേ സദനുഗ്രഹേച്ഛയാ. ത്വം അങ്ങ്, നീയ്, സെക്കൻഡ് പേഴ്സണൊക്കെ ത്വന്ന് സംസ്കൃതത്തിൽ പറയാം. ത്വന്ന് പറഞ്ഞാൽ അങ്ങാവാം, നീയാവാം, നിങ്ങളാവാം. നിങ്ങളാവില്ല കേട്ടോ, അത് പ്ലൂരലാണ്. വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പം ഇവിടെ ത്വം നീ, നീയാവാം, അങ്ങാവാം, ഒക്കെ ആവാം. ആരാത് ഉടനെ തന്നെ വീരം തം, അതായത് തം വീരം, ആ വീരനെ പ്രാപിക്കണം. അഭിപത്യ പ്രാപിച്ചിട്ട് യുദ്ധത്തിന് വിളിക്കുക. വിസ്മയ എന്ന് പറഞ്ഞാൽ സ്മയം ഇല്ലാത്തവനായിട്ട്. നമ്മൾ പറയണ വിസ്മയമല്ല കേട്ടോ ഇവിടെ. വിസ്മയം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ ആ അർത്ഥം വരില്ല. സ്മയം എന്നുള്ള വാക്കിന് അത്ഭുതം വിസ്മയത്തിന് അഹങ്കാരം, ഗർവം എന്നാണ് അർത്ഥം. പല വാക്കിലും സംസ്കൃതത്തിൽ വി ചേർത്താൽ വിപരീതാർത്ഥം വരും. വി ചേർത്താൽ എല്ലാതും അങ്ങനെയല്ല കേട്ടോ. ചില വാക്കുകളുടെ വി ചേർത്താൽ വിഗതസ്മയം, അഹങ്കാരമില്ലാത്ത, അതിൻ്റെ ചുരുക്കമാണ് വിസ്മയം. ചിലപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ ചുരുക്കാൻ കവിതയിൽ സ്വാതന്ത്ര്യമുണ്ട്, കാവ്യത്തിൽ. അതാണ് ഇവിടെ വിഗതസ്മയം എന്നാണ് അതിൽ വിസ്മയം. അഹങ്കാരമില്ലാതെ നീ എന്തു ചെയ്യുക? ആ ഭഗവാനോട് പോരിന് വിളിക്കുക. വീരശയെ, വീരന്മാരുടെ ശയനസ്ഥാനമായ യുദ്ധാങ്കണത്തിൽ ശോഭി വൃത. വരുന്നൊന്ന് കൊട്ടുണ്ട് അവിടെ. മായക്കളാൽ, ശ്വാക്കളാൽ ചുറ്റപ്പെട്ടവനായിട്ട് ശയിക്കും. എൻ്റെ മോഹമുണ്ടല്ലോ, ഈ കൈത്തരിപ്പ്, അത് ഭഗവാൻ തീർത്ത് തരും, പേടിക്കണ്ട. അവിടെ ശ്വാക്കളാൽ ചുറ്റപ്പെട്ട് കട്ടിച്ച് വലിക്കുന്ന ശരീരത്തോടു കൂടി നീ കിടക്കും. അപ്പം നിൻ്റെ അഹങ്കാരമൊക്കെ ശരിയാവും. അവിടേക്കാണ്ട് പോക്കോ. ആ സതാം പ്രശാന്തയെ, ദുഷ്ടന്മാരെ ശമിപ്പിക്കാൻ, ഒതുക്കി നിർത്താൻ, സദനുഗ്രഹേച്ഛയാ, പിന്നെ സത്തുക്കളെ അനുഗ്രഹിക്കാനായിട്ടും രൂപാണിധത്തെ, ആ ഭഗവാൻ പല രൂപങ്ങളെ ധരിക്കുന്നു. പല രൂപങ്ങളെ ധരിക്കുന്നു. രൂപാണി ധത്തെ. ഏത് വിധത്തിലാണ് ഭഗവാൻ വരിക എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഒരു രോഗിക്ക് ചിലപ്പോൾ മരുന്നായിട്ടാണ് ഭഗവാൻ വരിക, ചിലപ്പോൾ ഡോക്ടറായിട്ടാണ് ഭഗവാൻ വരിക, പൈസ ഇല്ലാത്തവർക്ക് സഹായിക്കാനായിട്ടാവും ഭഗവാൻ വരിക.
അപകടത്തിൽ നിന്ന് രക്ഷകനായിട്ട് ഭഗവാൻ വരും. അല്ലാണ്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നീ പറയപ്പെട്ട അവതാരത്തിലാവണം എന്നില്ല. അതില്ല. അത് കഥ. ചിലപ്പോൾ അവിചാരിതമായിട്ടുള്ള ഈശ്വര സഹായം കൊണ്ട് നമ്മൾ ആപത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇല്ലേ? ഇത്ര അനുഭവങ്ങളുണ്ട് ആൾക്കാർക്ക്. വിശ്വാസമുള്ളവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവും. അല്ലെങ്കിൽ വിശ്വാസത്തിൽ കളങ്കം ഉണ്ടാവും. അതൊക്കെ അപ്പോൾ ഞാൻ കുറേയൊക്കെ നോക്കി എനിക്കൊന്ന് അത് അങ്ങനെയൊന്നും കണ്ടുകൂടാത്. കുറേയൊക്കെ നോക്കിച്ചാൽ അതിനുള്ള ഫലം ഉണ്ടായിട്ടുണ്ടാവും. സംശയമൊന്നുമില്ല. അത് നമുക്ക് കാണാൻ പറ്റില്ല, കാണാനുള്ള കഴിവില്ല. അപ്പം നമ്മൾ അനുഭവിച്ചതായ സൗകര്യത്തെ മറക്കണം. കൃതജ്ഞർ എന്ന് പറയും. നന്ദി കെട്ടവരാണ് നമ്മളങ്ങനെയാവുമ്പോൾ. ഞാൻ ഇതൊക്കെ കുറേ നോക്കി എനിക്കൊരു ബലം ഉണ്ടായില്ല എന്ന് പറയുന്നവർ ഭഗവാനോട് നന്ദി കെട്ടവരാണ്. കാരണം അവരനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംശയമില്ല. ഭഗവാന്റെ അനുഗ്രഹം അനുഭവിച്ചിട്ട് എനിക്ക് ഭഗവാനില്ല എന്ന് പറഞ്ഞാൽ അതിനെന്താ നമ്മൾ പറയുക? നന്ദി കേട്, വിവരക്കേട് എന്നൊക്കെ പറയാം. അല്ലേ? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ദത്തേ സദനുഗ്രഹിച്ച നല്ല ആൾക്കാരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഭഗവാൻ നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ വിശ്വാസത്തിൽ കളങ്കമുണ്ട് എന്ന് അർത്ഥമാണ്. അപ്പം ഈ വിഷമം അനുഭവിക്കാതെ ഈ ലോകത്തിലൊന്നും സംഭവിക്കില്ല, നടക്കില്ല. അത് നമ്മുടെ പൂർവജന്മ കർമ്മത്തിനനുസരിച്ചിട്ടാണോ നടക്കണത്? ഭഗവാന് ചില ആൾക്കാരോട് സ്നേഹം ഉണ്ടായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുക, ചില ആൾക്കാരോട് വിദ്യ പഠിക്കട്ടെ അവൻ പാടെന്ന് പഠിപ്പിക്കുക. എന്നിട്ട് എന്ത് കിട്ടാനാണ് ഭഗവാനൊന്ന് ആലോചിച്ച് നോക്കൂ. വല്ല നേട്ടവും ഇതിലുണ്ടോ? അത്രയും ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. നമുക്കുണ്ടാവും. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, അല്ലച്ചാൽ അവനെ ഞാനൊരു പാഠം, ഒക്കെ നമുക്കുണ്ടാവും. ഈശ്വരൻ അങ്ങനെ ഉണ്ടാവുമോ? അപ്പം എന്തിനാ ഈശ്വരൻ ഒരാളോട് വിദ്വേഷം? പിന്നെ ഭഗവാനെ നമ്മൾ ഉപാസിച്ച ഗുണം കിട്ടുമെന്ന് പറഞ്ഞത് ആരാ? എത്രയോ അനുഭവസ്ഥരായ മഹാന്മാരാണ്. അവർക്ക് ഈ കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചിട്ട് എന്താ കാര്യം? വല്ലതും കിട്ടാണ്ടോ അവർക്ക്? അപ്പോൾ തീർച്ചയായിട്ടും അത് സത്യം ഉണ്ടാവണം എന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പലപ്പോഴും കാണാൻ കഴിവില്ല എന്നതാണ് ശരി. കാരണം അത് കിട്ടണില്ല എന്നല്ല. അപ്പം എന്തായാലും രൂപാണി ദത്തേ സദനുഗ്രഹേച്ഛയ, നല്ല ആൾക്കാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ പലതരത്തിലുള്ള രൂപത്തെ എടുത്ത് പല രൂപത്തിൽ വന്ന് അനുഗ്രഹിക്കണു എന്ന് അർത്ഥം. സാക്ഷാൽ ഭഗവാൻ അല്ലാതെ എനിക്ക് വേറൊരാളെ നിനക്ക് എതിരാളിയായിട്ട് കാണിച്ചു തരാൻ സാധിക്കില്ല. ഇവിടെ 31 ശ്ലോകത്തോട് കൂടിയിട്ട് 17 അധ്യായം കഴിയുകയാണ് കേട്ടോ. അപ്പുറത്തേക്കുള്ള ശ്ലോകം എത്രയും നോക്കാതെ പറഞ്ഞ് ഇതും കൂടി കഴിഞ്ഞ അധ്യായത്തിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്തായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് സമയമാവും. അപ്പം എന്തായാലും ഇത് സമയം 13 മിനിറ്റേ ആയിട്ടുള്ളൂ. നമുക്ക് അടുത്ത അധ്യായം തുടങ്ങാം. എന്നിട്ട് 17-ാം അധ്യായം പാരായണം ചെയ്യാം. അല്ലെങ്കിൽ 17-ാം അധ്യായം പാരായണം ചെയ്തിട്ട് 18ലേക്ക് കിടക്കാം. അല്ലേ നന്നാവുക? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദാഥ. സപ്തദശോധ്യായ. മൈത്രേയ ഉവാച. നിശമ്യാത്മഭുവാഗീതം കാരണം ശങ്കയോച്ഛിതാ തതഃസർവേ നിവർത്തന്ത തിദിവായ ദിവോകസ. ദിദിസ്തു ഭർത്തുരാദേശാതപത്യ പരിശങ്കിനി പൂർണ്ണേ ഭഷ്ടശതേ സ്വാർദ്ധി പുത്രോ പശുഷു വേമൗ. യമൗ എന്ന് പറഞ്ഞാൽ 2 എന്നർത്ഥമാണ്. രണ്ട് തരത്തിലുള്ള പുത്രന്മാരെ ഹിരണ്യാക്ഷിനെയും ഹിരണ്യേശുവിനെയും പ്രസവിച്ചതിനെ പറയണം. പലതരത്തിലുള്ള ദുശ്ശകുനങ്ങൾ പ്രപഞ്ചത്തിൽ കണ്ടു. ഉത്പാദാ ഭഗവത്തത്ര നിവേദുർജായമാനയോ ദിവി ഭൂവി അന്തരീക്ഷേച ലോകത്യോരുഭയാവക സഹാചലാഭുവച്ചേലുർദിശർവാ പ്രജലു സ്വൽക്കാശനയപ്പേതു കേതവച്ചാർത്തികേതവ. അശനി എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ. ആ സമയത്തും പകലൊക്കെ ഇടിമിന്നലുണ്ടാവുക, ഇടി വെട്ടുക. പലതരത്തിലും എന്താ പറയുക, ധൂമകേതു ഉദിക്കുക. കേതവച്ചാർത്തികേതവ. ഗ്രഹങ്ങൾക്കൊക്കെ മറ്റ് ഗ്രഹങ്ങൾ ദുഃഖത്തെ കൊടുക്കുന്ന വിധത്തിൽ ആർത്തിഹേതവ
പരസ്പരം യുദ്ധം ചെയ്യുക. ഉന്മൂലയൻ നഗവതിൻ വാത്യാനീകോരദോച്ചത, ധാരാളം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ കാണുക. ഉദ്ധതത്തടിതംബോധകടയാ നഷ്ടഭാഗണൈവൊന്നിപ്രവിട്ട തമസാ രത്നവ്യാദിശ്യതേ പദം ചിക്രോശവിമനാവാർത്തിർ ഊതൂഭിക്ഷുവിദോദ്രവാർത്തി സമുദ്രം വിളകി മറിഞ്ഞു. സോദപാനാശ്ച സരിത ചുക്ഷുഭു ശുഷ്കപങ്കജ, താമര കൂടി വിടർന്നില്ല. മുഖപരിതയോ ഭൂബന്ധരാ കോശശിസൂരയോ, രാഹുവിൻ്റെ ഉള്ളിൽ സൂര്യൻ പെട്ടു എന്നുള്ള നിലയ്ക്ക് സൂര്യനും ചന്ദ്രനൊക്കെ മറയുക, മങ്ങ. നിർഘാതാരത നിർഘ്രാത വിപരീപ്യപ്രജജ്ഞരേന്ദ്രഗ്രാമേഷു മുഖതോപമന്ത്യോവന്യമുൽബണം തൃകാലോലു കട്ടങ്കാരീ പ്രണയതുര ശിവം ശിവ. കുറുക്കൻ്റെ വായിലൊക്കെ തീ കാണുക. സംഗീതവറ്റോദനവറ്റുന്നമയ്യ ശിരോധരാം ദമുഞ്ചൻ വിവിധാമാജോ ഗ്രാമസിംഹാത്തതത്ത, ഗ്രാമസിംഹങ്ങൾ ശ്വാക്കൾ അവിടെ ഇവിടെ ഓരിയിടുക, മുകളിലേക്ക് മുഖമാക്കിയിട്ട് ഓരിയിടുക. അത് വളരെ ദുശകുനാണ്. ഖരാച്ച കർക്കശേഷത്ത കുരേക്രന്തോ ധരാതലം കാർക്കാരരഭസ മത്ത പര്യതാവൻ വരൂതശ. അവിടെ 2 ര ഉച്ചരിക്കുമ്പോൾ 1 ര പോവരുത്, 2 രായും വേറെ പറയണം. കാർക്കാരരഭസ, കാർക്കാരഭസ എന്ന് പറയരുത്. കാർക്കാരരഭസ 2 അക്ഷരം ഒരുമിച്ച് വരുമ്പോൾ 2 അക്ഷരം കേൾക്കണം വായിക്കുമ്പോഴേ. കാർക്കാരരഭസ, കാർക്കാരഭസ എന്ന് പലരും വായിക്കുക. ലലമാന്ന് ലലനാന്ന് വന്നാൽ ലമാന്ന് വായിക്കും, ലന. 2 അക്ഷരം ഒരേപോലെ ഒരു പ്രത്യേകം ശ്രദ്ധിച്ച് വേറെ വായിക്കുക. കാർക്കാരരഭസ മത്ത പര്യധാവൻ വരൂതശ ഋതന്തോ രാസപത്രത്താ നീടാരുതപതൻ ഖക കോഷേരണ്യേച്ച പശവശ്ചകരൻ മൂത്രമകുർവത. പശുക്കൾ പേടിച്ച് മൂത്രമൊഴിക്കുക. സാധാരണ മൂത്രമൊഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഇത് പേടിച്ചിട്ടാണ് എന്ന് കണ്ടാൽ അറിയാം. കൂട്ടിൽ നിന്ന് പക്ഷികൾ പറന്നു പോവുക. ഗാവോത്രസന്നത് ദോഹാത്തോയത പൂയവർഷിണ, പലതരത്തിലുള്ള ദുർഗന്ധങ്ങൾ ഇങ്ങനെ വരിക. ഒരു വെരുതൻ ദേവലിംഗാനി ദ്രുമാപേതുർവിനാനിലം, വിഗ്രഹങ്ങളിൽ വെള്ളത്തുള്ളികൾ കാണുക. ഗൃഹാൻ പുണ്യതമാനന്യേ ഭഗണാഞ്ചാപിദീപിത അതിചൈരമക്രഗത്യായുധിച്ച പരസ്പരം തൃട്ടാന്നച്ച മഹോത്പാദാന തത്വവിധ പ്രജ. അവിടെ വായിക്കുമ്പോൾ മഹോത്പാദാൻ അതാ തത്വവിധ പ്രജ 3 ആക്കി മുറിച്ച് ശീലിച്ചാലേ ഒന്നിച്ച് വായിക്കുമ്പോൾ തെറ്റാണ്ടിരിക്കുള്ളൂ. മഹോത്പാദാൻ, മഹോത്പാദാൻ അതാ തത്വവിധ, മഹോത്പാദാൻ അത തത്വവിധ, മഹോത്പാദാൻ അത തത്വവിധ, മഹോത്പാദാൻ തത്വവിധ എന്ന് വായിക്കരുത്, ഒരു ത വിടരുത്. നേരത്തെ പറഞ്ഞ പോലെ മഹോത്പാദാൻ പ്ലസ് അത പ്ലസ് തത്വവിധ, മഹോത്പാദാൻ അത തത്വവിധ. മഹോത്പാദാൻ തത്വവിധയല്ല, മഹോത്പാദാൻ തത്വവിധയല്ല, മഹോത്പാദാൻ അത തത്വവിധ. ഒരു അത അധികമുണ്ട്. മഹോത്പാദാൻ അത തത്വവിധ പ്രജ ബ്രഹ്മപുത്ര നൃതേ ഭീത മേനിരേ വിശ്വസംപ്ലവന്താവാദിദേത്യോതകസ വ്യജ്യമാനാത്മപൗരുഷോ വൃതാദേശ്മസാരേണ കായേന ത്രിപദീവ. അവരുടെ രൂപമൊക്കെ വർണ്ണിക്കുകയാണ്. സ്വർണ്ണക്കിരീടം ധരിച്ച് ചിലമ്പ് കാലിലിട്ട് ഗത തോളത്തേറ്റി എല്ലാവരെയും പേടിപ്പിക്കുന്ന വിധത്തിൽ ദിവ്യപ്രശോ ഹേമ കിരീടകോടിഭർ നിരുത്ത കാഷ്ടോത്പുരതംഗതാഭുജോ ഗാം കമ്പയന്തോ ശരണേ പദേ പദേ കട്യാസു കഞ്ചാർക്കമതീത്യതത്തതോ പ്രജാപതി നാമതയോരകാട്ടീര പ്രാക്തദേഹാത് എം അയോരജായത ദേഹാദ്യം. അവിടെ ദേഹാദ് പ്ലസ് ഇയ, ദേഹാദ് ദേഹാദ് ഇയ ദേഹാദ്യ. മയോരജായത അയോരജായത തമ്മഴ് ഹിരണ്യകശിപംവിദു പ്രജായ തം ഹിരണ്യാക്ഷമസൂതസാകൃത ചക്രേ ഹിരണ്യകശിപർ ദോർഭ്യാം ബ്രഹ്മവരേണ ച. ബ്രഹ്മവരം കൊണ്ട് ഹിരണ്യകശിപു അഹങ്കരിച്ചു. അത് പറയാൻ പോണ കഥയാണ് കേട്ടോ, പറഞ്ഞിട്ടില്ല. വരം വാങ്ങി താൻ ആരാലും എവിടെ വെച്ചും എപ്പോഴും കൊല്ലപ്പെടരുത് ആയുധങ്ങളാൽ എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മാവിനോട് വരം വാങ്ങി. ബ്രഹ്മവരേണച പക്ഷേ സപാനാൻ ലോകാത്തേനഗതോ മൃത്യുരുത്തതാ ഹിരണ്യാക്ഷനോ ഹിരണ്യാക്ഷോ അനുജത്തസ്യാ പ്രിയപ്രീതികൃതന്വഹം ഗതാ പാണിദിവം യാതോ മൃഗയൻ രണം. ഗത അതികൂറ്റൻ ഗതിയുണ്ട്, അയാൾക്ക് തന്നെ പൊന്തിക്കാൻ പറ്റും. ആ മാതിരി ഗതയാണേ. കൈ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഇന്ദ്രനോട് ഇതിരുടെ ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിന് വാ എന്ന് ഇന്ദ്രനോട് വെല്ലുവിളിക്കാൻ തം വീക്ഷതുസ്തകജവൻരണക്കാഞ്ചനനൂപുരം വൈജയന്ത്യാതജാചുട്ടം അംസന്യസ്ത മഹാഗതം. അംസം തോളിൽ വെച്ചതായ ഗത. അത്ര കനമുണ്ട്, അതുകൊണ്ടാണ് തോളിൽ വെച്ച്. അല്ല വേറെ എന്തെങ്കിലും രീതിയിൽ പിടിക്കാം.
കനമുണ്ടേ. അപ്പോൾ തോളിൽ വെച്ച അംസം ന്യസ്ത വെച്ചതായ മഹാഗതം, അവിടെ ദീർഘമില്ല കേട്ടോ, പലരും മഹാഗതാം വായിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപാട് ആളതുകൊണ്ടാണ് മഹാഗതം, ഇവിടെ ദീർഘമില്ല, മഹാഗതം. മനോവീര്യമനോ തിക്തമസൃണ്യമഗതോ ഭയം പീതാനിലിരേ ദേവാ താക്ഷ്യത്രസ്ത ഇവാഹയ. ഗരുഡനെ കണ്ട പാഞ്ഞു പോകുന്ന ഒളിക്കണ പാമ്പിനെ പോലെ, മുമ്പിൽ പെട്ട കഥ കഴിയുമല്ലോ. ആ ദേവന്മാർ എവിടേക്കോ പോയി ഒളിച്ചു. മകസാസേനദേത്തരാസേന്ദ്രാൻ ദേവഗണാൻ ക്ഷീപൻ അപശ്ചൻ വൃശം സവൈ തിരോഹിതാൻ ദൃഷ്ട മകസാസേനദേത്യരാട് സേന്ദ്രാൻ ദേവഗണാൻ ക്ഷീപാൻ അപശ്ചൻ വൃശം. കള്ളന്മാർ ഓടി രക്ഷപ്പെട്ടു എൻ്റെ മുമ്പിൽ നിന്നല്ലേ. എൻ്റെ മുമ്പിൽ കിട്ടിയാൽ ഞാൻ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് ദേഷ്യം വന്നത്. ഒന്ന് കൊടുക്കണം നാലെന്ന് വിചാരിച്ചിട്ട് ഒരുത്തനെ കിട്ടിയില്ല വെച്ചാൽ ദേഷ്യം വരില്ലേ, അതുപോലെ ഇവർക്ക് ഹിരണ്യാക്ഷന് ദേഷ്യം വന്നു, ഒന്നിനെ തൊടാൻ കിട്ടിയില്ല. തതോ നിവൃത്ത അല്ലേ, തടി കേടാവണേക്കാളും ഭേദം രക്ഷപ്പെടുക, സംശയമൊന്നുമില്ല. പേടിച്ചു പോന്നു, താനൊരു ബാണാണോ എന്നൊക്കെ ചിലർ ചോദിക്കുക. എന്താ തടി കേടാവണേക്കാളും നല്ലത് രക്ഷിച്ചെടുക്കുക. പേടിച്ചോട്ടെ, അവർ പറയും വീരൂന്ന്, അത്രയല്ലേ ഉള്ളൂ, നല്ല തടി കിട്ടിയില്ലോ, എപ്പോഴോ തന്നെ നോക്കേണ്ടത്. തതോ നിവൃത്ത ക്രീഡിഷ്യം ഗംഭീരം ഭീമനുസനം, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ കഴിവുണ്ടാവണം, എന്നാൽ എതിർക്കാം, തോൽപ്പിക്കാൻ കഴിവുണ്ടാവണം. തതോ നിവൃത്ത ക്രീഡിഷ്യം ഗംഭീരം ഭീമനിസ്സനം വിജഗാഹേ മകാതത്വ വാർദ്ധി മത്തൈവത്തിവാ വാർദ്ധി. സമുദ്രത്തിലേക്കാണ്ട് ചെന്നു, ചാടി ഇറങ്ങി, വെള്ളം വല്ലാതെ ക്ഷോഭിച്ചു. ഇത് കൂറ്റൻ ശരീരമാണ്, ചെറിയ ശരീരമൊന്നുമല്ല ഹിരണ്യാക്ഷൻ്റെ. തത്മിൻ പ്രവിട്ടേ വരുണത്ത് സൈനിക യാദോ ഗണ, അവിടെ ദീർഘം പലരും വിടാറുണ്ട്, യദോ ഗണ എന്ന് വായിക്കരുത്, യാദോ ഗണ. ജലജീവികൾ, എന്തൊക്കെ ജലജീവികളുണ്ടോ അവരൊക്കെ യാദോ ഗണ. സന്നധിയസ സാത്വസ അഹന്യമാന അപിതസ്യവർച്ചസ പ്രദർശിത ദൂരതരം പ്രദുദ്രു സവർഷപൂകാനുദോ മഹാബലച്ചരൻ മഹോർമീ ശ്വസനേരിതാൻ ബഹു. തിരമാലകളൊക്കെ അങ്ങനെ അടിച്ച് വെള്ളം കയറി തിരതല്ലാൻ തുടങ്ങി എന്ന് പറയാണ്. ശരത് മഹോർമീ ശ്വസനേരിതാൻ മുഹു മൗര്യാഭിജഗ്നേകതയാ വിഭാവരി ആസേവിതാൻ താതപുരിം പ്രചേതസ. താത വിതുര വിളിച്ചുകൊണ്ട് പറയുക, ആ ഗതപ്രഹാരമേറ്റ് ജലജീവികൾ പേടിച്ചു. വരുണൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. വിഭാവരി, വരുണൻ്റെ കൊട്ടാരം, വിഭാവരി, സംയമനി എന്നൊക്കെ ഓരോ തലത്തിൻ്റെ പേരുകളാണ്. വിഭാവരി എന്ന് പറഞ്ഞാൽ വരുണൻ്റെ ലോകം, വരുണലോകം. ആ വരുണലോകത്തേക്ക് പ്രചേതസ വരുണൻ, വരുണലോകത്തേക്ക് ആക്രമിക്കാൻ എന്ന ഭാവേന കയറി ചെന്നു. ഓട്ടും വിനയൊന്നും ഭാവിക്കാതെ. തത്രോപലഭ്യാസുരലോകപാലകം യാദോ ഗണാനാൻ, വീണ്ടും ദീർഘം, യാദോ ഗണാനാൻ ക്ഷഭം പ്രചേതസം മയൻ പ്രലബ്ധം പണിപത്യ നീചവൻ ജഗാതമേതേക്കതിരാജസംയുഗം. അല്ലയോ വരുണദേവ, അങ്ങ് വളരെ കേവനാണ് എന്ന് ഞാൻ കേൾക്കുന്നുണ്ടായിട്ടുണ്ട്. തൽക്കാലം എന്നോട് യുദ്ധം ചെയ്യാൻ തനിക്ക് പറ്റുമോ? എനിക്കതൊറ്റ കാര്യം അറിയേണ്ടു, വേറെ ഒന്നും അറിയാനില്ല. ദേഹി സംയുഗം, യുദ്ധം തരാ, യുദ്ധം നോ ദേഹി രാജേന്ദ്ര. വരുണരാജേന്ദ്ര, എനിക്ക് നീ യുദ്ധം തരാൻ പറ്റുമോ? ഒരു യുദ്ധം വേണം. കയ്യും കാലൊക്കെ അങ്ങനെ തരിക്കുക ശക്തിയുണ്ട്, എവിടെയെങ്കിലും പ്രയോഗിക്കണ്ടേ. അതുകൊണ്ട് ഒരു യുദ്ധം എനിക്ക് സമ്മാനിക്കാൻ തനിക്ക് സാധിക്കുമോ? തല്ലോകപാലോധിപതിർ മൃഗച്ചവാ വീര്യോ വീര്യാപഹോ ദുർമത വീരമാനിനാം വിജിത്ത ലോകേ കില ദൈത്യദാനവാൻ യത് രാജസൂയേന പുരാ യജത് പ്രഭോ. പണ്ട് അങ്ങൊരു രാജസൂയൊക്കെ നടത്തിയെന്ന് ഞാൻ കേട്ടു. ഈ രാജസൂയ എപ്പോഴാണ് നടത്തുക? എല്ലാവരെയും ജയിച്ചാലാണ് നടത്തുക, അല്ലെങ്കിൽ അതിനുള്ള അർഹതയുണ്ടോ? നീ ഇപ്പോൾ എന്നെ ജയിച്ചിട്ടുണ്ടോ വരുണ? എന്നെ ജയിക്കാണ്ട് നീ എങ്ങനെ രാജസൂയ നടത്തും? നിൻ്റെ രാജസൂയ എങ്ങനെ സാധുവാകും? അവിടെ ആ രാജസാഹിത്യത്തെ ഞാൻ അസാധുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് യുദ്ധത്തിന് ചെയ്ത് ജയിച്ചിട്ട് രാജസൂയം നടത്ത് എന്നങ്ങനെ വെല്ലുവിളിക്കുകയാണ്. സ ഏവമുത്സിക്തമതേന വിദ്വിഷാ ദൃഢംബലബ്ധോ ഭഗവാനപാംപതി രോഷം സമുത്തം ശമയൻ സ്വയാ ദിയാ വ്യവോചത് അംഗോപശമംഗതാമയം. ഇന്നത്തെ ശ്ലോകം എത്തിയിട്ടുള്ളൂ. അംഗോപശമം. ഞാൻ ഇപ്പം തൽക്കാലം ശരീരത്തിൻ്റെ വലിയ അധ്വാനമൊക്കെ നിർത്തി വച്ചിരിക്കുക. പ്രായമായി, എൻ്റെ പ്രായം എനിക്ക് അറിയണ്ടേ?
അവനവൻ്റെ ശരീരത്തിൻ്റെ ഇതറിയാതെ ചാടാനും ഓടാനും തുടങ്ങിയ എവിടെയെങ്കിലും വീണ അവിടെ കിടക്കും ഇല്ലേ. ഇപ്പം നമ്മുടെ വെയ്യായ നമ്മളല്ലാണ്ട് വേറെ ആരും അറിയാം. അപ്പോൾ എനിക്കൊക്കെ വയ്ക്കുക, എൻ്റെ മനസ്സിപ്പോഴും ചെറുപ്പം തന്നെയാണ് എന്ന് പറഞ്ഞ് ഓടി വീണേക്കാൾ നല്ലത്. മനസ്സ് ചെറുപ്പമാവാം, പക്ഷെ ശരീരം വയസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ അറിയുകയാണ് നല്ലത്. അതുകൊണ്ട് അംഗോപശമം, വലിയ ശരീര അധ്വാനം ഞാൻ തൽക്കാലം നിർത്തിവെച്ചത് കൊണ്ട് നിന്നോട് യുദ്ധത്തിന് എനിക്കിപ്പം സൗകര്യം പോരാ. പശ്യാമിനാന്യം പുരുഷാത് പുരാതനായ സംയുഗേത്താം രണമാർഗകോപിതം ആരാധയിഷ്യത്യസുരക്ഷഭേഹിതം മനസ്സിനോ യം ഗണതേ ഭവാദൃശ. അങ്ങേപ്പോലുള്ള കേമന്മാരോട് യുദ്ധം ചെയ്യാൻ ഏറ്റവും നല്ലത് ഭഗവാൻ തന്നെയാണ്, വിഷ്ണു. ന അന്യം പുരുഷാത് പുരാതനാൽ, പുരാതന പുരുഷനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് വേറെ ആരെയും ഞാൻ കാണുന്നില്ല. പശ്യാമി ന പറഞ്ഞാൽ കാണുന്നില്ല, നെഗറ്റീവാണ്. ഞാൻ കാണുന്നില്ല, ഭഗവാൻ അല്ലാതെ വേറെ ആരെയും കാണുന്നില്ല. തം വീരമാരാത് അഭിപത്യ, കൂട്ടിച്ചേർക്കുമ്പോൾ വീരമാരാദഭിപത്യ, തം വീരമാരാദഭിപത്യ വിസ്മയ, വിസ്മയ അഹങ്കാരമില്ലാതെ, സ്മയം അഹങ്കാരം, വി ചേർത്ത വിപരീതം. തം വീരമാരാത് അഭിപത്യ വിസ്മയ ശൈഷ്യസേ വീരശേഷോഭിവൃത. ഹിരണ്യാക്ഷ, കുറേ കാലമായി ഒരസുരൻ മരിക്കുന്നു കാണുന്നു ഞാൻ യുദ്ധത്തിൽ, അതൊന്ന് കാണണം. ആ ഭഗവാനുമായിട്ട് ഏറ്റുമുട്ടി ശ്വാക്കൾ എൻ്റെ ചുറ്റും എന്നെ കടിച്ചു കീറാൻ കൂടി നിൽക്കണ രംഗം എനിക്കൊന്ന് കണ്ടാൽ വിരോധമില്ലാന്നുണ്ട്. അതുകൊണ്ട് അത് വേഗം പൊക്കോ, എൻ്റെ ആഗ്രഹം സാധിക്കും. എത്തത് വിധാനാം അസതാം പ്രശാന്തയെ രൂപാണിതത്തെ സതനുഗ്രഹേച്ഛയാ. എന്നെ പോലുള്ള ദുഷ്ടന്മാരെ വധിക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനും ഭഗവാൻ ഓരോ സമയത്ത് അവതാരങ്ങൾ എടുക്കണു. രൂപത്തെ എടുക്കണമെന്നും ആവാം, ഓരോ രീതിയിൽ ഭഗവാൻ വരുന്നു എന്നും ആവാം. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. യഥാഹി പറഞ്ഞിട്ടില്ലേ, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗത്തിലും ഞാൻ അവതരിക്കണു. കലിയുഗത്തിൽ അടക്കേണ്ട കൽക്കി വരാൻ പോണേ ഉള്ളൂ. വേറെ അവതാരങ്ങളൊന്നും കലിയുഗത്തിലില്ല, ഒക്കെ മറ്റു യുഗങ്ങളിലാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ എന്നും പറഞ്ഞ് അങ്ങനെ പോണു. ഇപ്പം ഏതായാലും സംഭവാമി യുഗേ യുഗേ, ഓരോ അവതാരങ്ങൾ ആ ഭഗവാൻ എടുക്കുന്നു ഹിരണ്യാക്ഷ. അതുകൊണ്ട് നിനക്ക് പറ്റിയിട്ടുള്ളൊരു അവതാരം ഭഗവാൻ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. വരാഹാവതാരം എടുത്ത് ഭൂമിയെ പൊന്തിച്ചു കഴിഞ്ഞു. എൻ്റെ കൈത്തരിപ്പ് അവിടെ പോയാൽ തീരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഹിരണ്യാക്ഷ വിജയേ സപ്തദശോധ്യായ. ഹിരണ്യാക്ഷ വിജയോ നാമെന്നല്ല കേട്ടോ, ഹിരണ്യാക്ഷ വിജയം കഴിഞ്ഞിട്ടില്ല, യുദ്ധവും വിജയം വരാൻ പോണേ ഉള്ളൂ. ഇപ്പം വിജയേ എന്ന് പറഞ്ഞാൽ ആ വിജയത്തിൽ പറയപ്പെട്ട കാര്യമായിട്ടുള്ളൂ. ഇവിടെ ഹിരണ്യാക്ഷ വിജയ കഥയിൽ കുറച്ച് ഭാഗം പറഞ്ഞിട്ടേ ഉള്ളൂ ആണ് വിജയേ എന്ന് പറഞ്ഞാൽ. ഹിരണ്യാക്ഷ വിജയം കഴിഞ്ഞാൽ എങ്ങനെ പറയാം, വിജയോ നാമ. ഹിരണ്യാക്ഷ വിജയം എന്ന ഭാഗം കഴിഞ്ഞു, അവിടെ കഴിഞ്ഞിട്ടില്ല. ഹിരണ്യാക്ഷ വിജയത്തിൽ കുറച്ച് ഭാഗം കഴിഞ്ഞു. കായേന വാച മനസേന്ദ്രിയർവാപ്ത്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.